ഫുൾ ലോൺ. അതാണ് ഈ ഷോറൂമിന്റെ മറ്റൊരു ഹൈലൈറ്റ്. ഇപ്പൊ നമുക്ക് കണ്ടോളത്തോളം മനസ്സിലായി. ഓൾമോസ്റ്റ് ഒരു 90% ഫുൾ ലോൺ ഉള്ള വണ്ടികളോ? 90% വരെ നമുക്ക് ഫുൾ ലോൺ കിട്ടുന്ന വണ്ടികൾ. നമുക്ക് അതാണ് ആളുകൾ ചോദിക്കുന്നത്. ഫുൾ ലോൺ നമുക്ക് ഒരുപാട് കമന്റ് വരുന്നുണ്ട്. ആ കമന്റ് ചെയ്യുന്നവർക്ക് പറ്റിയ ഷോറൂമാണ്. 2 ലക്ഷം രൂപയൊക്കെ നമ്മൾ EMI ഇടണമെങ്കിൽ ഒരു 4200-300 റേഞ്ചിൽ 4,800 ഉള്ളിലാണ് നമുക്ക് ആകെ വരുന്ന EMI. സുഖമായിട്ട് അടഞ്ഞു പോകും. നല്ലൊരു വണ്ടിയായി. ഞാനൊരു മാസം ഒരുപാട് ഷോറൂമുകൾ പോകുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വാഹനങ്ങൾ ഡെയിലി കാണാൻ പറ്റുന്ന ഒരു അവസ്ഥ കൂടി എനിക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ ഒരു ഷോറൂമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഷോറൂമുകൾ പോകുമ്പോൾ അവിടുത്തെ ഓണർമാർ വണ്ടികൾ നോക്കുന്ന രീതി കാണുമ്പോൾ അക്ഷരാർത്ഥത്തിൽ നമുക്ക് ഞെട്ടിപ്പോകും. കാരണം ഇഷ്ടപ്പെട്ട ഒരു ബിസിനസ് ചെയ്യുന്നത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്വാളിറ്റി വാഹനങ്ങൾ വിൽക്കുന്ന ഷോറൂമിലാണ് ഇന്ന് നിൽക്കുന്നത്. നമ്മുടെ കണ്ണൂർ പയ്യന്നൂരുള്ള A1 യൂസർ ഷോറൂം. ലതീഷ് ബ്രോ, നമുക്ക് ഇത്തവണ ഈ ഒരു പുതുവത്സരമായിട്ട് നമുക്ക് നല്ല ഗംഭീര ഓഫറിൽ വാഹനങ്ങൾ കൊടുക്കാൻ പറ്റും. അതെ, അതായത് മാക്സിമം വില പൊട്ടിച്ചിട്ടുണ്ട്. നമ്മളെ കൊണ്ട് പറ്റാവുന്നതിന്റെ അത്ര ഈ ഒരു കുറച്ച് ദിവസങ്ങളിൽ വാഹനം എടുക്കുന്ന എല്ലാ കസ്റ്റമേഴ്സിനും മാക്സിമം ഡിസ്കൗണ്ട് ഇതിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മളത് ബഡ്ജറ്റ് ഇപ്പൊ എത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്? നമുക്കിപ്പോ 90,000 മുതൽ ഒരു 16 ലക്ഷം വരെ വണ്ടിയുണ്ട്. ആൾട്ടോ മുതൽ ഇന്നോവ ക്രിസ്റ്റ വരെ ഉണ്ട്. എല്ലാത്തരം കസ്റ്റമേഴ്സ് നിങ്ങൾക്ക് ഏത് വാഹനം വേണമെങ്കിലും ധൈര്യമായിട്ട് വരാം. കാരണം 2 ഷോറൂമുകളായിട്ട് എത്ര സ്റ്റോക്ക് നമ്മുടെ അടുത്ത്? 75 വണ്ടി സ്റ്റോക്ക് ഉണ്ട്. 75 വണ്ടിയുള്ള സ്റ്റോക്ക് ഉണ്ട്. അപ്പൊ അത്ര വിശാലമായിട്ട് സ്റ്റോക്കുള്ള ഒരു വലിയ ഒരു ഷോറൂമാണ്. അതും ക്വാളിറ്റി വെഹിക്കിളാണ്. പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാം. ഓരോ വണ്ടികൾ വന്ന് കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും. അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്ന ഒരു ഓഫർ എന്ന് വെച്ചാൽ ഇപ്പൊ 2008-2009 വണ്ടികൾക്ക് 7 ദിവസം ചെക്കിംഗ് വാറണ്ടി തരും. ഇവിടുന്ന് അത്ര പഴയ മോഡലിനാണ് 7 ദിവസം ചെക്കിംഗ് വാറണ്ടി. നിങ്ങൾക്ക് ഇവിടുന്ന് എടുത്തു പോയാൽ നിങ്ങളെ ഉത്തരവാദിത്തമല്ല. 7 ദിവസം ചെക്കിംഗ് വാറണ്ടി പരിപൂർണ്ണ വിശ്വാസം നിങ്ങൾക്ക് തരും. ഇവിടുന്ന് വന്ന കസ്റ്റമേഴ്സിനായാലും തരും. പോരാതെ ഇവിടുന്ന് എടുക്കുന്ന 2015 ലക്ഷം എല്ലാ വണ്ടികളും 6 മാസത്തെ എഞ്ചിൻ ഗിയർ ബോക്സ് വാറണ്ടി ഷോറൂം തരുന്നില്ല. ട്രൂ ആയാലും കൊടുക്കുന്ന പോലത്തെ ഒരു വാറണ്ടി സ്കീം നമുക്കുണ്ട്. ആ വാറണ്ടി നിങ്ങൾക്ക് ഉണ്ടാവും. ആ വാറണ്ടി കൊടുക്കുന്നതിന്റെ കാര്യം എന്താണെന്നറിയോ? വണ്ടികളിൽ അത്രമേൽ വിശ്വാസമുണ്ട്. പിന്നെ വീഡിയോസ് പല ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ തവണ തൃശ്ശൂർ പാലക്കാട് കോഴ്സ് വന്നിട്ട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളത്. നിങ്ങൾ എവിടെ വന്നാലും നിങ്ങൾ വന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വണ്ടി ഡെലിവറി ചെയ്ത് ഞങ്ങൾ എത്തിച്ചേരാം. പ്രശ്നമില്ല. പക്ഷേ വണ്ടി ഇവിടെ വന്ന് ഫസ്റ്റ് ചെക്ക് ചെയ്യാതെ എന്തായാലും ആരും വിശ്വസിക്കാം. എന്നെ വിശ്വസിക്കണ്ട, ആരും വിശ്വസിക്കണ്ട. വന്ന് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വണ്ടി ഓക്കെ ആണെങ്കിൽ ഞാൻ അവിടെ എത്തിച്ചേരും. അതായത് എല്ലാവരും പറയും ഫ്രീ ഡെലിവറി, ഹോം ഡെലിവറി എന്നൊക്കെ പറയും. പക്ഷെ വണ്ടി വന്ന് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ വണ്ടി അവിടെ എത്തിച്ചേരും. ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ വണ്ടി അവിടെ എത്തിച്ചേരുന്ന കാര്യം ഇവർ ഏറ്റു. അപ്പൊ എന്തായാലും സ്ക്രീനിൽ നമ്പർ ഉണ്ട്. നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്ത് നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ അവിടെ വരുന്നത്. നമ്മൾ കറക്റ്റ് 2 ഷോറൂം ഉണ്ട്. ഫസ്റ്റ് ബിലോ 5 റേഞ്ചിലെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ പയ്യന്നൂർ സെൻട്രൽ ബസാറിലാണ്. രണ്ടാമത്തെ ലൊക്കേഷൻ വരുന്നത് പയ്യന്നൂർ കോളേജിന്റെ അടുത്ത് എടാട്ട്. ഇവിടെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള 90,000 മുതൽ 5 ലക്ഷം റേഞ്ച് ആ റേഞ്ചിൽ. അപ്പൊ സാധാരണക്കാർക്ക് ധൈര്യപൂർവ്വം കണ്ണു പൂട്ടി വരാൻ പറ്റുന്ന ഷോറൂമാണ്. എല്ലാ വാഹനങ്ങളും മാക്സിമം ഞങ്ങൾ കാണിച്ചു തരുന്നുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവരുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. സെൻട്രൽ ബസാർ പയ്യന്നൂർ ലൊക്കേഷൻ അല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് വാഹനങ്ങൾ പരിചയപ്പെടാം. അപ്പൊ ഓരോരോ വാഹനങ്ങൾ പരിചയപ്പെടാൻ പോകുന്നത് ആദ്യമായിട്ട് മാരുതി സെലീറിയോ. ഏതാ മോഡൽ? 2018 സിംഗിൾ ഓൺഷിപ്പ് 42,000 കിലോമീറ്റർ വണ്ടി. PXC വണ്ടിയാണ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ഫൈനൽ റേറ്റ് ആയിട്ട് 3,60,000 രൂപ ചെയ്യാം. മാക്സിമം ലോൺ കിട്ടില്ലേ? ഫുൾ തന്നെ ചെയ്യാം. ഫുൾ തന്നെ ചെയ്യാം. 0 ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റുന്ന സെലീറിയാണ്. പെട്രോൾ മാനുവൽ. ഇനി നമുക്ക് അടുത്തത് ടിയാഗോ അല്ലേ. ടിയാഗോ 2018 സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. ഇതിലൊരു ഡോർ റീപ്ലേസ് ഉണ്ട്. വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. XT വേരിയന്റ് അത് 50,000 കിലോമീറ്റർ ഓട്ടം. ഇതിന്റെ റേറ്റ് വരുന്നത് 3,40,000. ഈ വീഡിയോസ് കൊണ്ട് വരികയാണെങ്കിൽ മാക്സിമം എന്തെങ്കിലും നമുക്ക് ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റും. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റൂലേ. വേറെ റീപ്ലേസ് മാത്രമേ ഉള്ളൂ. കമ്പനി കാര്യങ്ങൾ മാറിയില്ല. ഡോർ മാത്രം മാറിയിട്ടുള്ളൂ. അടുത്തത് നമ്മുടെ അടുത്തുള്ളത് ടാറ്റയുടെ ടിയാഗോ തന്നെ അല്ലേ. ടിയാഗോ 2021 വണ്ടി. XT വേരിയന്റ് 24,000 കിലോമീറ്റർ വണ്ടി. റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഫൈനലായിട്ട് 4,50,000 രൂപ ചെയ്യാൻ പറ്റും. പെട്രോൾ മാനുവൽ 450. നമുക്ക് ലോൺ ചെയ്യുമ്പോൾ എത്ര കൊടുക്കേണ്ടി വരും? 100% നമുക്ക് ലോൺ കിട്ടുന്ന വാഹനമാണ്. ഈ കാണിച്ച എല്ലാ വാഹനങ്ങളും നമുക്ക് 0 ഡൗൺ പേയ്മെന്റ് ഇറക്കാം. നല്ല സിബിലും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആയാൽ മാത്രം മതി. നെക്സ്റ്റ് 2023 ഓൾട്ടോ കേട്ടൺ സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. 17,000 കിലോമീറ്റർ ഓട്ടം. വേരിയന്റ് ഏതാ? VXI വേരിയന്റ്. അതേപോലെ ഫീച്ചേഴ്സും VXI വരുന്നുണ്ടല്ലേ. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? ഒന്നുമില്ല. ഷോറൂം 4 ലക്ഷം രൂപക്ക് 4 ലക്ഷം രൂപക്ക് ഇതിനെ പുതിയത് എടുക്കാൻ നിൽക്കുന്ന ആൾക്ക് എന്തുകൊണ്ട് അനുയോജ്യമായിട്ടുള്ള വാഹനല്ലേ. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റില്ലേ? ഫുൾ തന്നെ ചെയ്താൽ ഇത് നമുക്ക് ഫുൾ ചെയ്യാൻ പറ്റും. 0 ഡൗൺ പേയ്മെന്റിലുള്ള വാഹനങ്ങൾ അനുസരിക്കുന്നവർക്ക് ചാകര എന്ന് വേണം പറയാം. അത്രയേറെ വാഹനങ്ങൾ നമ്മൾ 0 ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റുന്നത് കണ്ടു. ഇനി മാരുതി വാഗണർ 2018 മോഡൽ VXI വാഗണർ ഓട്ടോമാറ്റിക് 50,000 കിലോമീറ്റർ ഓട്ടം. ബാക്ക് ഡിക്ക് റീപ്ലേസ് ഉണ്ട്. ഫൈനലാക്കി നമുക്ക് 4,15 ചെയ്ത് തരാം. 4,15,000 രൂപ ലോൺ ചെയ്യാൻ പറ്റും.
ലോൺ ചെയ്യാം, ഇതും ഫുള്ള് ചെയ്യാം. അപ്പൊ നമുക്ക് പഴയ മോഡൽ പുതിയ മോഡലൊന്നും ഇല്ല, മാക്സിമം നമുക്ക് ഫുൾ ലോൺ ചെയ്യാൻ പറ്റുന്ന ഇഷ്ടംപോലെ വാഹനങ്ങളുണ്ട്. പിന്നെ വേറൊരു കാര്യം, എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറയുന്നുണ്ട്, റീപ്ലേസ് ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് തന്നെ പറയുന്നുണ്ട്. മറിച്ച് വെച്ചിട്ടുള്ള ഒരു പരിപാടി നമുക്ക് വേണ്ട അല്ലേ. KUV 100 K6 വേരിയന്റ് 2017 വണ്ടി 50,000 കിലോമീറ്റർ ഓട്ടം. നമുക്ക് ഫൈനലായിട്ട് നമുക്ക് 2,85,000 രൂപ ഫൈൻ തരാം. 285 പെട്രോൾ മാനുവൽ കമ്പനി സർവീസ് ഓക്കെ. ഇതിന് റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ, ഒന്നുമില്ല, ലോണും ചെയ്യാം മാക്സിമം അല്ലേ. 2021 മോഡൽ വാഗനാർ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടി 30,000 കിലോമീറ്റർ ഓട്ടം 1.2 VXA 1.2 ആണ്. ഇത് നെറ്റ് ഫൈനൽ റേറ്റ് നമുക്ക് 4,65,000 രൂപ ഫൈനൽ. 4,60,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. 1200 cc 4 സിലിണ്ടർ. ഇത് നമുക്ക് ഫുൾ ലോൺ ചെയ്യാൻ പറ്റുമോ? നമുക്ക് ഏകദേശം 4.5 വരെ ഫുള്ള് ചെയ്യാം. 4.5 വരെ ചെയ്യാൻ പറ്റും. 4,65,000 4,60 നെറ്റ് ഫൈനൽ ആക്കി തരാം. അതിൽ കുറയില്ല. നമ്മൾ പറയുന്നത് കാരണം പരമാവധി നമ്മൾ ഈ മാസം വില പൊട്ടിച്ചിട്ടാണ് ഈ പ്രൈസ് പറയുന്നത്. അടുത്തായിട്ട് ചെറുവാഹനങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് പറ്റിയൊരു വാഹനം, ചെറിയ മോഡൽ ഓട്ടോമാറ്റിക് വണ്ടി 2021 VXA പ്ലസ് 17,000 കിലോമീറ്റർ ഓട്ടോമാറ്റിക് വണ്ടി. ഒരു ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും കമ്പനി വാറണ്ടി വരുന്ന വണ്ടിയാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 4,10,000 രൂപക്ക് ഫൈൻ ചെയ്യാം. 4,10. ഇത് VXA എന്ന് പറഞ്ഞാൽ ഫുൾ ഓപ്ഷൻ, ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. എക്സ്പ്രസോയിൽ ഫുൾ ഓപ്ഷൻ, അത്യാവശ്യം എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ABS സർവേ വരുന്നുണ്ടല്ലേ. സ്റ്റിയറിംഗ് കൺട്രോളറും ടച്ച് സെറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് എല്ലാം വരുന്നുണ്ട്. ഇത് നമുക്ക് ഫുൾ ലോൺ ചെയ്യാൻ പറ്റുമോ? ഫുൾ തന്നെ ചെയ്തരാം. പഴയ മോഡലും മാരുതി വാഗനർ സിംഗിൾ ഓൺഷിപ്പ് 65,000 കിലോമീറ്റർ മാത്രമേ വണ്ടി. 28 വരെ പേപ്പർ ഉണ്ട്. ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല, റേഡിയോ വീഡിയോ കാര്യങ്ങളൊന്നുമില്ല. ഇത് ഫൈനൽ ആയിട്ട് നമുക്ക് 1,25,000 രൂപ ചെയ്തു തരാൻ പറ്റും. 1,25,000 രൂപ ചോദിക്കുന്ന പ്രൈസ് ആണ്. അതിൽ തന്നെ ഇത് എടുത്തു പറയേണ്ടത് സിംഗിൾ ഓണർഷിപ്പ് 65,000 കിലോമീറ്റർ. ഓണർഷിപ്പ് ഇന്ന് വരെ മാറിയിട്ടില്ല. എടുക്കുന്ന ആൾക്ക് എന്തായാലും ഉപയോഗിക്കാൻ പറ്റുന്ന സെക്കൻഡ് ഓണർഷിപ്പ് പോലും റീസെയിൽ വാല്യൂ എന്തായാലും. നമുക്കിപ്പോ വണ്ടികൾ ഓടിച്ച് പഠിക്കാനാണെങ്കിൽ നമ്മുടെ ആവശ്യം കഴിഞ്ഞ് നല്ല വിലക്ക് വെക്കും ചെയ്യാം അല്ലേ. ഓക്കെ. ടാറ്റ ടിയാഗോ ഇപ്പൊ ഏറ്റവും കൂടുതൽ മാർക്കറ്റുള്ള ഒരു വാഹനം തന്നെ മാറി കഴിഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് സീസിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റുള്ള വാഹനമാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ. ഇത് 2021 സിംഗിൾ ഓണർഷിപ്പ് 50,000 കിലോ ടിയാഗോ NRG XZ NRG XZ. അതപ്പം അതിൽ ബട്ടൺ സ്റ്റാർട്ട് ഉണ്ടാവും, റിവേഴ്സ് ക്യാമറ ഉണ്ടാവും, കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. അലോയിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ടോപ്പ് എൻഡ് വേരിയന്റ് ആണല്ലേ. ഇത് റേറ്റ് വരുന്നത് ഓട്ടോ ഫോൾഡിംഗ് മിറർ കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടി. ഇതിന്റെ റേറ്റ് നമുക്ക് ഫൈനലായിട്ട് 4,70,000 രൂപ ചെയ്യാം. 4,70,000 നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുമോ? 100% ചെയ്യാം. 100% ലോണിൽ ടാറ്റ ടിയാഗോ അത്യാവശ്യം എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഉണ്ട്. ഇത് മാരുതിയുടെ വാഗനർ. ഇത് 2010 വണ്ടി, സെക്കൻഡ് ഓണർഷിപ്പ് LXI വേരിയന്റ്, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ 70,000 കിലോമീറ്റർ 2030 വരെ പേപ്പർ എടുത്ത വണ്ടിയാണ്. പേപ്പറും ക്ലിയർ ആണ്. ഓക്കെ. 1,90,000 ഫൈൻ ചെയ്യാം. 1,90,000 രൂപ പേപ്പർ ക്ലിയർ ആയിട്ട് വാഹനമാണ്. കാരണം ഇപ്പോൾ വാഹനങ്ങൾ പഴയത് എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ പേടിക്കുന്നു പേപ്പർ വർക്ക് ഞങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, കുറെ എമൗണ്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പൊ അതൊക്കെ വേണ്ട, എല്ലാ പേപ്പറും ഉണ്ട് 2030 വരെ അല്ലേ. അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ വേഗം കോൺടാക്ട് ചെയ്തോ. ഈ പറയുന്ന പ്രൈസിൽ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും വേണ്ടി. നമുക്ക് 1.5 ലക്ഷം വരെ ലോൺ ചെയ്യാം. 1.5 ലക്ഷം വരെ ലോൺ ചെയ്യാം. ആ കാര്യം പേടിക്കേണ്ട ആവശ്യമില്ല. മാരുതി സെലേറിയോ അല്ലേ. സെലേറിയോ ഇത് 2016 ZXi വണ്ടി, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ 70,000 കിലോമീറ്റർ, സിംഗിൾ ഓൺഷിപ്പ് വണ്ടി, കമ്പനി സർവീസ് വണ്ടിയാണ്. ZXiലേക്ക് വരുമ്പോൾ സ്റ്റിയറിംഗ് കൺട്രോൾസ് കാര്യങ്ങളൊക്കെ വരും, കമ്പനി സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. ടയറുകളെല്ലാം 4 പുതിയ ടയറാണ്. നമുക്ക് റേറ്റ് വരുന്നത് 3,40,000 രൂപ കൊടുക്കാം. 3,40,000 രൂപ. മാത്ര ആക്സിഡന്റില്ല, റീപ്ലേസ്മെന്റില്ല, കംപ്ലൈന്റ് ഇല്ല, ഇൻഷുറൻസ് കാണാൻ 4 പുത്തൻ ടയർ. അപ്പൊ എല്ലാം അടങ്ങിയിട്ടാണ് നമ്മൾ ഈ പ്രൈസ് പറയുന്നത്. ഇതിൽ നമുക്ക് ഈ വീഡിയോസ് കണ്ടു വരികയാണെങ്കിൽ ചെറിയ മാറ്റം. ഓക്കെ. അപ്പൊ താല്പര്യം വേഗം കോൺടാക്ട് ചെയ്തത് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുമോ? നമുക്ക് ഏകദേശം ഒരു 3 ലക്ഷം 3.5 ലക്ഷം വരെ ലോൺ ചെയ്യാൻ പറ്റും. ലോ ബഡ്ജറ്റ് വാഹനങ്ങൾ തിരയുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ വീഡിയോസ് എന്നും കാണുന്നുണ്ട്. അവർ പറയാറുണ്ട് ലോ ബഡ്ജറ്റ് വാഹനങ്ങൾ കാണിച്ചു തരാം. നമ്മൾ ലോ ബഡ്ജറ്റ് വാഹനങ്ങൾ ഒരുപാടുള്ള ഷോറൂമിലാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് എങ്ങനെ ഡീറ്റെയിൽസ്? 2008 വണ്ടി, തേർഡ് ഓൺഷിപ്പ് ആണ്. പക്ഷേ 70,000 കിലോമീറ്റർ വണ്ടി ഓടിയില്ല. ആക്ച്വൽ കിലോമീറ്റർ ആണ്. വേറെ തട്ടോ മുട്ടോ ആക്സിഡന്റോ കാര്യങ്ങളൊന്നുമില്ല. LXI AC പവർ സ്റ്റിയറിംഗ് ചെയ്തുകൊണ്ട് നമുക്ക് ഫൈനലായിട്ട് 92,000 രൂപ. 92,000 രൂപയാണ് ഇവർ ചോദിക്കുന്ന പ്രൈസ്. ഫൈനൽ പ്രൈസ് ആണല്ലേ. നമ്മൾ കുറക്കാവുന്നതിന്റെ പരമാവധി കുറച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് പിന്നീട് നമ്മൾ കയറ്റി പറഞ്ഞിട്ട് കുറക്കേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ പറയുന്ന കിട്ടാവുന്ന ഒരു മാർക്കറ്റ് പ്രൈസ് തന്നെയാണ് ചോദിക്കുന്നത്. A സ്റ്റാർ മാരുതി 2011 ഡിസംബർ വണ്ടി, സെക്കൻഡ് ഓൺഷിപ്പ്. ഇതിൽ ബോണറ്റ് റീപ്ലേസ്, ബാനലോ കാര്യങ്ങളോ റീപ്ലേസ് ഇല്ല. കമ്പനി ഓൾമോസ്റ്റ് കമ്പനി സർവീസ് വെയിറ്റ് ചെയ്ത വണ്ടിയാണ്. വേറെ ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. ഇതിന്റെ ഫൈനൽ റേറ്റ് നമുക്ക് ഏകദേശം 1,05,000 രൂപ കൊടുക്കാം. 1,05,000 രൂപ. ബോണറ്റ് മാത്രം മാറിയിട്ടുള്ളൂ. നമ്മൾ ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട്, ഗ്ലാസ് മാറിയിട്ടില്ല. അതായത് മേജർ ആക്സിഡന്റ് അല്ല എന്നർത്ഥം. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ല. എല്ലാം ക്ലിയർ ആണ്. ഇത് സാൻഡ്രോ പുതിയ മോഡൽ സാൻഡ്രോ 2021 മോഡൽ 22 രജിസ്ട്രേഷൻ 17,000 കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. പെട്രോൾ മാനുവൽ, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, കമ്പനി സർവീസ് വണ്ടി. ഇതിന്റെ റേറ്റ് വരുന്നത് നമുക്ക് ഫൈനലായിട്ട് 3,90,000 ചെയ്ത് 3,90,000 രൂപ ഫൈനൽ പ്രൈസ്. നമുക്ക് ലോൺ ചെയ്യുമ്പോൾ എത്ര ഡൗൺ പേയ്മെന്റ് കൊടുക്കേണ്ടി വരും? നമുക്ക് ഏകദേശം ഒരു 3.5 ലോൺ ചെയ്യാൻ പറ്റും. മാക്സിമം നമുക്ക് ലോണും കാര്യങ്ങളൊക്കെ ഇവർ തന്നെ അറേഞ്ച് ചെയ്ത് തരും. വണ്ടി വന്ന് ഇഷ്ടമാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ശേഷം നിങ്ങൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ വീട്ടിലോട്ട് ഡെലിവറി കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. ഓക്കെ. അപ്പൊ അടുത്തതിലോട്ട് പോവുകയാണെങ്കിൽ ഗ്രാൻഡ് ഐട്ടൺ 2016 വണ്ടി. ഇതൊരു ടീം ടോക്കൺ അഡ്വാൻസ് ചെയ്തതാണ്. ഇതിന്റെ റേറ്റ് കൊടുത്ത റേറ്റ് 3,10,000 രൂപ. 3,10 അല്ല 3 രൂപ കൊടുത്തിന്.
അതായിട്ടില്ലെങ്കിൽ മാത്രം ഇത് നോക്കണ്ടുള്ളൂ. അതായത് ഓൾറെഡി ബുക്കിംഗ് ആയിട്ട് കിടക്കുന്ന വണ്ടിയാണ്. പക്ഷേ എല്ലാ വണ്ടിയാണ് സ്പോർട്സ് വേരിയന്റ് 50,000 കിലോമീറ്ററോടെ 3 ലക്ഷം രൂപ കൊടുത്തതാണ്. ഇപ്പൊ ഈ ഒരു വണ്ടി അല്ലെങ്കിൽ ഇവരുടെ അടുത്ത് വേറെ ഇതുപോലത്തെ ഗ്രാൻഡ് ആയിട്ട് വേറെ ഉണ്ട്. ഇത് ചിലപ്പോൾ ബുക്കിംഗ് ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ കിട്ടുന്നുണ്ട്. നമുക്ക് വീണ്ടും ഒരു ഐറ്റം അവിടെ കിടപ്പുണ്ട്. 15 വണ്ടി ആസ്റ്റ, പിന്നെ 80,000 കിലോമീറ്റർ ഓട്ടം, ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് തപ്പി ടോപ്പ് എൻഡ് വണ്ടി ആസ്റ്റ ഓപ്ഷനിൽ. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. ഇതിന്റെ റേറ്റ് വരുന്നത് 3,70,000 രൂപ. 3,70,000 ഓട്ടോമാറ്റിക് ആണ്. ഫാമിലി കസ്റ്റമേഴ്സ് ഒക്കെ ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ ടൈപ്പ് വാഹനങ്ങളാണ്. അത്യാവശ്യം സേഫ്റ്റി ഉണ്ട്, ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ ഓപ്ഷൻസും സ്റ്റിയറിംഗ് കൺട്രോൾ, ഫോട്ടോ ഫോൾഡിംഗ് മിറർ, അലോയ് വീൽ, എല്ലാ ഓപ്ഷൻസും ഉണ്ട്. ടാറ്റയുടെ ടിയാഗോ നമ്മുടെ ഇത്തവണ ടിയാഗോ കുറച്ച് അധികം സ്റ്റോക്ക് ഉണ്ട്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ ഇത് 2018 മോഡൽ എക്സെറ്റ് ഫുൾ ഓപ്ഷൻ ടിയാഗോ, 50,000 കിലോമീറ്റർ ഓട്ടം, ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. ഇത് ഫൈനലായിട്ട് നമുക്ക് 3,55,000 രൂപ ചെയ്തു തരാം. 3,55,000 രൂപ ഫുൾ ഓപ്ഷൻ വണ്ടി. നമുക്ക് ഫുൾ ലോൺ ചെയ്യാൻ പറ്റുമോ? ഫുൾ 100% ചെയ്യാം. ഫുൾ ലോൺ ചെയ്യാൻ പറ്റും. മാക്സിമം ഒരു 10,000 രൂപ കാണേണ്ടി വരും ചിലപ്പോൾ. അത്ര മാത്രം. ചെറിയൊരു എമൗണ്ട് എന്തായാലും കൈ പിടിച്ച് വരണം. കാരണം ഫുള്ള് നമുക്കിപ്പോൾ ലോൺ കിട്ടുന്ന പറഞ്ഞു കഴിഞ്ഞാൽ കൈ വിഷ് വരണ്ട. എന്തെങ്കിലും 10-20 കയ്യിൽ വെച്ചാൽ പ്രൊഫൈൽ പക്കിയാണ്. ഞാൻ എന്നെ കൊണ്ട് പരമാവധി മാക്സിമം ചെയ്തു തരാൻ പറ്റും. ഓക്കെ. ഹ്യുണ്ടായിയുടെ ഗ്രാൻഡ് ആയിട്ട് 2018 മോഡൽ ആസ്റ്റ വണ്ടി. ആസ്റ്റ ടോപ്പ് എൻഡ് വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് 55,000, കറക്റ്റ് കമ്പനി സർവീസ്, ബാക്ക് 2 ടയർ ഇട്ടിട്ട് നിങ്ങൾ ഫൈനൽ റേറ്റ് ആയിട്ട് 3,90,000 രൂപ ഫൈനൽ ചെയ്താൽ 3,90,000. 18 വണ്ടി 2018 മോഡൽ വണ്ടി ഫുൾ ഓപ്ഷൻ ടോപ്പ് എൻഡ് വേരിയന്റ് അല്ലേ? എല്ലാ പേപ്പേഴ്സും കാണാൻ ക്ലിയർ ആയിട്ടുള്ള വാഹനമാണ്. ഇത് നമുക്ക് ലോൺ ചെയ്യുമ്പോൾ എത്ര ചെയ്യാൻ പറ്റും? നമുക്ക് ഏകദേശം ഒരു 3,60, 3,70 ചെയ്യാൻ പറ്റും. നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ ഈ പറയുന്ന പോലെ ഒന്നല്ല, അവർ ട്രാക്ക് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ ഫുൾ ലോൺ വരെ കിട്ടും. അപ്പൊ എന്തായാലും താല്പര്യം കോൺടാക്ട് ചെയ്തു. 13 വണ്ടിയാണ്. ലാസ്റ്റ് ഇറങ്ങിയ പീസ് കമ്പനി ബ്ലാക്ക് കളറിലെ വണ്ടി. വേറെ ആക്സിഡന്റോ തട്ടോ മൂട്ടോ കാര്യങ്ങളൊന്നുമില്ല. 4 പുതിയ ടയർ ഇട്ടിട്ടുണ്ട്. 4 പുതിയ ടയർ ഇട്ടില്ല. 4 പുതിയ ടയർ AC കാര്യങ്ങൾ, സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ചെയ്ത വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പ് 70,000 കിലോമീറ്റർ. നെറ്റ് ഫൈനൽ 1,35,000 രൂപ ചെയ്തരാം. 1,35,000 രൂപ. നല്ല ക്വാളിറ്റി വെഹിക്കിൾ ആണ്. കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് അതിന്റേതായിട്ടുള്ള ഒരു വണ്ടി പ്രാന്ത് കൊണ്ടുവരുന്നുള്ള വണ്ടി തോന്നുന്നു. കാരണം വേറെ ഒരു തരത്തിലുള്ള തുരുമ്പ് പോലും നമുക്ക് കാണാൻ പറ്റുന്നില്ല. തുരുമ്പോ കാര്യങ്ങളൊന്നുമില്ല. പോളിഷോ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്ത് വെച്ചാണ്. സീറ്റ് കവേഴ്സ് നമ്മൾ അഡീഷണൽ ചെയ്താൽ 4 നിങ്ങൾ ടയറിന് മാത്രം അപകടങ്ങളുള്ളൂ. അത് ടയറും ചെയ്തിട്ട് 1,30,000 രൂപ ചെയ്തുതരാൻ പറ്റും. ഓക്കെ. മാരുതി സുസുക്കിയുടെ ഓൾട്ടോ 800 ഇതിന്റെ ഡീറ്റെയിൽസ് 2016 സിംഗിൾ ഓണർഷിപ്പ് LXI വണ്ടി, 55,000 കിലോമീറ്റർ ഓട്ടം, ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഫൈനലായിട്ട് 2.5 ലക്ഷത്തിന് ചെയ്തു തരാം. 2,50,000 രൂപ. ഒരു മീഡിയം ബഡ്ജറ്റിൽ വാങ്ങാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് മാരുതി ഓൾട്ടോ. 2.5 ലക്ഷം വരെ ലോൺ കിട്ടും കേട്ടോ. 2,25,000 വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ഒരു 20,000 രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ബാക്കി ലോൺ ചെയ്യാം. അങ്ങനെ ലോൺ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്കൊരു മാസം ഒരു 4,500, 5,000 മാക്സിമം 5,000-നുള്ളിൽ നമുക്ക് EMI അടക്കേണ്ടി വരില്ലേ 5 വർഷത്തേക്ക്. അപ്പൊ നമുക്ക് വേറെ ഒരു ചെറിയൊരു ബൈക്ക് എടുത്തിട്ട് അടവടക്കുന്നതിന്റെ ആ എമൗണ്ട് വരുന്നുള്ളൂ. നല്ലൊരു വണ്ടിയായി, അത്യാവശ്യം മൈലേജ് ഉണ്ട്, സർവീസ് കോസ്റ്റ് കുറവ്, എല്ലാം കൊണ്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു ഫാമിലി സെഗ്മെന്റ് വാഹനം തന്നെയാണ്. അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ കോൺടാക്ട് ചെയ്തു കേട്ടോ. ഒരു മീഡിയം ബഡ്ജറ്റിൽ വാങ്ങാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ഹ്യുണ്ടായുടെ ഇയോൺ. ഡീറ്റെയിൽസ് തന്നെ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി, ഇറ പ്ലസ് വേരിയന്റ്, 40,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. ഫുള്ള് ലോൺ ചെയ്തരാം. വണ്ടിക്ക് ഫൈനൽ റേറ്റ് 2,30,000 രൂപ. 2,30,000 രൂപ. ഇത് ഫുൾ ലോൺ കിട്ടും. മോഡൽ എത്ര വരുന്നത്? 2017 വണ്ടി. 2017 മോഡൽ വണ്ടിയാണ്. നമുക്കൊരു ചെറിയൊരു എമൗണ്ട് മാത്രമേ നമുക്ക് EMI ആയിട്ട് അടക്കേണ്ടി വരുന്നുള്ളൂ. അപ്പൊ അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ ഈ ഓണിൽ കിട്ടില്ലേ? 17 എന്തായാലും കിട്ടും. 17 എന്തായാലും കിട്ടും. അപ്പൊ ആ ഒരു റേഞ്ചിൽ വാഹനങ്ങൾ നോക്കുന്നവർക്ക് പറ്റിയ വാഹനമാണ് ഫുൾ ലോൺ. 0 ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഇറക്കാൻ പറ്റും. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? എല്ലാം ക്ലിയർ ആണ്. ഇത് മാരുതിയുടെ ഓൾട്ടോ 800 2020 വണ്ടി, VXI സിംഗിൾ ഓണർഷിപ്പ്, 30,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി. VXI ഓപ്ഷനിലാണ് വണ്ടി വരുന്നത്. ടച്ച് സ്ക്രീൻ സെറ്റ് കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അഡീഷണൽ ആയിട്ട്. ഇതിന്റെ ഫൈനൽ റേറ്റ് വരുന്നത് 3,35,000. 3,35,000 ഫൈനൽ റേറ്റ്. ലോണ് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 3 രൂപ വരെ ലോൺ ചെയ്യാൻ പറ്റും. 3 വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ഇത് VXI ഓപ്ഷനിൽ 2 എയർബാഗും കാര്യങ്ങളും വരും. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അപ്പൊ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് ഇൻഷുറൻസ് ഒക്കെ എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആയിരിക്കും. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ആ ഒരു പാർട്ട് നിങ്ങളോട് പറഞ്ഞത് എല്ലാം പറഞ്ഞിട്ടാണ്. നമ്മൾ മറച്ചു വെച്ചിട്ടുള്ള ഒരു പരിപാടി ഇല്ല. എല്ലാം ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞിട്ടാണ് കൊടുക്കുന്നുള്ളൂ. ഇത് 2014 മോഡൽ 15 രജിസ്ട്രേഷൻ, സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി, 50,000 കിലോമീറ്റർ ഓട്ടം. ഇതിന്റെ റേറ്റ് വരുന്നത് 1,75,000 രൂപ ഫൈനൽ ചെയ്യാൻ പറ്റും. 1,75,000. അതൊക്കെ മീഡിയം ബഡ്ജറ്റിൽ വാഹനങ്ങൾ നോക്കുന്ന ആളുകൾക്ക് പറ്റിയ ഷോറൂമാണ് A1. കാരണം ഈ കിടക്കുന്ന എല്ലാ വാഹനങ്ങളും ഒരു 2, 2.5, 3 റേഞ്ചിലുള്ള വാഹനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് അതും പല കമ്പനികളിലാണ്. മാരുതി ഉണ്ട്, ഹ്യുണ്ടായി ഉണ്ട്, റെനോൾട്ട് ഉണ്ട്, എല്ലാം ഉണ്ടല്ലേ. ഇത് ഏതാണ്? 2019 മോഡൽ 20 രജിസ്ട്രേഷൻ ഫേസ് ലിഫ്റ്റ് എന്ന ക്വിഡ്, 800cc RXT വണ്ടി, 800cc RXT ഫുൾ ഓപ്ഷൻ വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പ് 2,65,000 ചെയ്താൽ 2,60,000 രൂപ. നല്ല ഒത്തിരി കൂടി വലിപ്പമൊക്കെ വേണമെന്നുള്ളവർക്ക് പറ്റിയ വാഹനമല്ലേ? ഫേസ് ലിഫ്റ്റ് വന്ന വാഹനമാണ്. അപ്പോൾ അതിന് ചോദിക്കുന്ന പ്രൈസിൽ നമുക്ക് എത്ര ലോൺ ചെയ്യാൻ പറ്റും? നമുക്ക് ഓൾമോസ്റ്റ് ഒരു ഫുൾ തന്നെ ചെയ്യാൻ പറ്റും. ഫുൾ തന്നെ ലോൺ ചെയ്യാം. 2013 മോഡൽ 14 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർഷിപ്പ്, 52,000 കിലോമീറ്റർ, വാഗണർ LXI വണ്ടി.
പുതിയ ബാറ്ററി, പുതിയ ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം എടുത്തിട്ട് നിങ്ങൾക്ക് നെറ്റ് ഫൈനലായിട്ട് 2,65,000 രൂപ, നെഗോഷ്യബിൾ അല്ല, 2,65 ഫൈനൽ റേറ്റ്. കേറ്റി പറഞ്ഞിട്ട് നിങ്ങൾ വരുമ്പോൾ കുറച്ച് നേരം പറഞ്ഞിട്ട് കുറെ കുറച്ചിട്ട് നമ്മളെ കണ്ണിൽ പൊടിയുന്ന പരിപാടിയല്ല, ഫിക്സ്ഡ് പ്രൈസ്. അതും മാർക്കറ്റിൽ നമുക്ക് എവിടെ വേണമെങ്കിലും നോക്കാം ഈ ഒരു പ്രൈസിന് വണ്ടി കിട്ടുമെന്നുള്ളത്. പിന്നെ അത്രയും ക്വാളിറ്റി ആയിട്ട് ഏറ്റവും പ്ലസ് പോയിന്റ് ആയിട്ട് പറയാനുള്ളത്. ഇത് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുമോ? ലോൺ ചെയ്യാം, നമുക്ക് 2-2.4 ലോൺ ചെയ്യാം. 2.4 വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. മാനന്തര ഓൾട്ടോ 800 ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത്. ഇത് 2015 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് വേണ്ടി ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഫൈനലായിട്ട് 2,25,000 രൂപ ഫൈനൽ ചെയ്യാൻ പറ്റും. 2,25,000 ചോദിക്കുന്ന പ്രൈസ് കേട്ടില്ല നിങ്ങൾ. മാക്സിമം വില പൊട്ടിച്ചിട്ട് പറ്റാവുന്നതിന്റെ അത്രയും നമ്മൾ കിലോമീറ്റർ ഹൈലൈറ്റോ തേർഡ് ഓണർഷിപ്പ് അങ്ങനെയൊന്നുമില്ല. സെക്കൻഡ് ഓണർഷിപ്പ് വേണ്ടി വെറും 55,000 കിലോമീറ്റർ റെഗുലർ സർവീസിൽ വേണ്ടി. റെഗുലർ സർവീസ് ഈ 55,000 കിലോമീറ്റർ നമ്മുടെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടോ?